ശ്രീകുമാർ, അങ്ങയുടെ ശ്രദ്ധയിലേക്ക് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വയനാട് 11 വയസ്സുകാരിയായ ഷഹല പാമ്പ് കടിയേറ്റ് മരിച്ച ഒരു സംഭവം. ആ സംഭവത്തിൻ്റെ തൊട്ട് പിന്നാലെ അന്ന് വയനാട് MP ആയിരുന്ന രാഹുൽ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് അയക്കുന്നുണ്ട്. സ്കൂളുകളിൽ സമഗ്രമായ സുരക്ഷാ ഓഡിറ്റിംഗ് നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട്. വയനാട് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത്, കേരളത്തിലെ മൊത്തം സ്കൂളുകളിൽ ഇത്തരത്തിലൊരു സുരക്ഷാ ഓഡിറ്റ് നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്, അത് നടത്തണമെന്ന് പറഞ്ഞു. പക്ഷേ അത് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ നിരാകരിച്ചു. അങ്ങനെ ഒരു ക്രെഡിറ്റ് രാഹുലിന് കൊടുക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചു. പക്ഷേ അന്ന് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവാണ് ഈ വിഷയം ഉന്നയിച്ചത്. ഒരു ഫോളോ അപ്പ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് പ്രതിപക്ഷം ഇപ്പോൾ MK ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഇപ്പോൾ ഈ 10 വർഷത്തെ കണക്ക് മാത്രമല്ല, രണ്ടാം പിണറായി സർക്കാരിൻ്റെ വരെയുള്ളത് മാത്രമല്ല, അതിനു മുൻപും ഉണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ എടുത്തിരിക്കുന്ന സമീപനം, കുറ്റവാളികളെ കർശന ശിക്ഷയ്ക്ക് വിധേയമാക്കാത്തത്, അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ കെടുകാര്യസ്ഥത കേരളത്തിൽ തുടരുകയാണ്. അപ്പോൾ ഈ 10 വർഷത്തിനിടയിൽ പ്രതിപക്ഷവും ഇക്കാര്യങ്ങൾ വളരെ സീരിയസ് ആയി എടുക്കുന്നില്ല എന്നുള്ള ഒരു ആരോപണം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. അങ്ങയുടെ പ്രതികരണം? നോക്കൂ ശ്രീമതി നീലിമ, ഇതിലെ വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഏത് ഗവൺമെൻറ് വന്നാലും അപകടത്തിൻ്റെ കാര്യത്തിൽ അതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞാൽ അടുത്ത അപകടം തടയാനുള്ള ശ്രമമുണ്ട്. UDF ഭരിക്കുന്ന കാലത്തും LDF ഭരിക്കുന്ന കാലത്തും നിങ്ങളൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. ഒരു താരതമ്യ പഠനം നടത്തിയാൽ നമുക്ക് ഇക്കാര്യം മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ, ഇവിടെ എല്ലാവരും സിസ്റ്റത്തിൻ്റെ തകരാറിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ഒരു ഭരണം അവസാനിക്കാറാകുമ്പോൾ ആ ഭരണത്തിലുണ്ടാകുന്ന അരക്ഷിതാവസ്ഥയാണ് കാരണം ഇനിയും അധികാരത്തിൽ വരില്ല എന്ന് മന്ത്രിമാർക്ക് തോന്നിയാൽ പിന്നീട് അവർ ജനകീയമായി മാറില്ല. ആ ജനകീയമാകാത്തതിൻ്റെ ഒരു കുഴപ്പമാണെന്ന്. ഞാൻ അല്പം മുമ്പ് ഒരു ചാനലിൽ ഒരു നൃത്തം കണ്ടു. നമ്മുടെ മന്ത്രി CPIയുടെ വനിതാ മന്ത്രി എറണാകുളത്ത് അവരുടെ സമ്മേളനത്തിൽ മഹിളാ നേതാക്കളുമായിട്ട് സുംബ ഡാൻസ് ചെയ്യുന്നു എന്നാണ് ആ മാതൃഭൂമി ചാനലിൽ നിന്ന് അല്പം മുമ്പ് ഒരു ദൃശ്യം കാണിച്ചത്. അങ്ങനാണെങ്കിൽ അത് വളരെ ക്രൂരമല്ലേ നീലിമ? അതെ, കൊല്ലം ജില്ലക്കാരിയാണ് മന്ത്രി. അവിടെ ഒരു കുട്ടി മരിച്ചു കിടക്കുകയാണ്. ആ കുട്ടി മരിച്ച ശേഷം ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ CPIയുടെ സമ്മേളനമാണെന്ന് തോന്നുന്നു, മഹിളാ സമ്മേളനമാണെന്ന് തോന്നുന്നു. ആ പ്രസംഗത്തിൽ റിപ്പോർട്ട് പ്രകാരം, നമ്മൾ റിപ്പോർട്ടേ കേട്ടിട്ടുള്ളൂ, നമ്മളവിടെ പോയി കണ്ടിട്ടില്ല. റിപ്പോർട്ട് പ്രകാരം ആ കുട്ടി ചെരുപ്പിട്ട് കളിച്ചു എന്നൊക്കെ മന്ത്രി പ്രസംഗിച്ചു എന്നാണ് കേട്ടത്. ചുരുക്കം പറഞ്ഞാൽ ആ കുട്ടിയുടെ ഭാഗത്തേക്ക് തെറ്റു വരികയാണ്. ഇതൊക്കെയല്ലേ നമ്മളെ ശ്രദ്ധിക്കേണ്ടത്? അല്പം മുമ്പ് മാതൃഭൂമി ചാനലിൽ ഞാൻ കണ്ടതാണ്. ഈ ചർച്ച തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ കണ്ടത്. എങ്കിൽ നമ്മുടെ മന്ത്രിമാർക്കൊക്കെ എന്താ പറ്റിയെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരിക്കൽ വയനാട്ടിൽ ഒരു മൃഗത്തിൻ്റെ ആക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ച ശേഷം ഒരു മന്ത്രി അവിടെ പാട്ടുപാടാൻ പോയി ഒരു വേദിയിൽ. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭരണം അവസാനിക്കാറായ നാളുകളിൽ മന്ത്രിമാർക്ക് ഇനിയൊരു അധികാരം കിട്ടില്ല എന്ന് തോന്നുകയും ഉദ്യോഗസ്ഥന്മാർക്ക് ഭരണാധികാരികളെ ഭയമില്ലാത്ത അവസ്ഥ വരികയും ചെയ്യുമ്പോൾ ഇങ്ങനത്തെ അരക്ഷിതാവസ്ഥ വരും. ആ അരക്ഷിതാവസ്ഥയുടെ കാരണമാണിത്. നേരെ മറിച്ച് ഒരു മന്ത്രിസഭയുടെ അവസാന മാസം വരെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഭരിച്ച ഭരണാധികാരികളുണ്ട് ഇവിടെ. യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി എടുത്തു പറയാതിരിക്കാൻ നിവർത്തിയില്ല. അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേർ ഭരിച്ച ഒരു സ്ഥലത്താണ് ഇത് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നിലമ്പൂർ ഇലക്ഷൻ കാലത്ത് അനന്തു എന്ന കുട്ടി ഷോക്കേറ്റ് മരിച്ചപ്പോൾ ഭരണകക്ഷി എന്താണ് പറഞ്ഞത്? അതായത് അവിടെ UDFന് ജയിക്കാൻ വേണ്ടി ഒരു കെണിയൊരുക്കുക എന്നല്ലേ. എത്ര പെട്ടെന്നാണ് ആ പാർട്ടി അങ്ങനെ ഒരു വൃത്തികെട്ട സമീപനം കൈക്കൊണ്ടത്. അത് ദേശീയമില്ല. ജനങ്ങൾക്ക് മനസ്സിലായി, ജനങ്ങളവരെ തോൽപ്പിച്ചു. അതിനുശേഷം നിങ്ങളെ ഓരോ സംഭവം നോക്കൂ. കോട്ടയത്ത് മെഡിക്കൽ കോളേജ് മഴയത്ത് അതിൻ്റെ കെട്ടിടം തകർന്നു വീണു. 2 മന്ത്രിമാർ അവിടെ നിന്ന് പ്രസംഗിച്ചു. എന്താണ്? ഇതിനടിയിൽ ആരുമില്ല. പക്ഷേ ആ ഒരു വീട്ടമ്മ ഉണ്ടായിരുന്നു. കൂട്ടിരിപ്പിന് വന്ന വീട്ടമ്മ മരിച്ചു. അതിനുശേഷം ആരോഗ്യമന്ത്രിയെ വീട്ടിൽ പോകാനായിട്ട് 1.5 ദിവസം കാത്തിരുന്നു. ആരുമില്ലാത്ത സമയം നോക്കി സ്റ്റേറ്റുകാർ ഉപേക്ഷിച്ചിട്ട് മന്ത്രി പോയെന്നാണല്ലോ നമ്മൾ കേട്ടത്. അപ്പോൾ സ്റ്റേറ്റുകാരനെ മന്ത്രിമാരും ഭയക്കുന്നു, ജനങ്ങളെ മന്ത്രിമാർ ഭയക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് സിസ്റ്റം എന്ന് നമ്മൾ പറയാൻ കാരണം എന്താണ്?
അതായത് ഇതൊരു സിസ്റ്റത്തിൻ്റെ തകരാറാണെന്ന് ഒരു രക്ഷപ്പെടൽ തന്ത്രമായിട്ടൊരു മന്ത്രി പറഞ്ഞു. അത് പിന്നെ ഇപ്പോൾ വ്യാപകമായി. ഇന്നിപ്പോൾ ഏതാണ്ട് എല്ലാ ചാനലുകളുടെ ഹെഡിങ് കൊന്നോ കൊലപ്പെടുത്തിയോ സിസ്റ്റം, നിങ്ങൾ തന്നെ ജീവന വിലയില്ലേ സർക്കാർ എന്ന് ജനം ചോദിക്കുമ്പോൾ അതുപോലെ തന്നെ കൊന്നോ ജീവന വിലയില്ലേ സിസ്റ്റം കൊന്നോ കൊലപ്പെടുത്തിയോ എങ്ങനെയൊക്കെയാണ് ചാനൽ ചർച്ചകൾ. പക്ഷേ എത്ര ചർച്ച ചെയ്താലും യാതൊരു ഉളുപ്പുമില്ലാത്ത ഒരു ഭരണവർഗം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചർച്ച ചെയ്തിട്ട് എന്താ കാര്യം? ഇന്നിപ്പോൾ ആ കുട്ടി മരിച്ചിട്ട് പറയാണ് വീട് പണിത് കൊടുക്കും, 5 ലക്ഷം രൂപ കൊടുക്കും. എന്താണ് നീലിമ നമ്മൾ ഈ കാണുന്നത്? ഒരു വീട്ടിലെ ഒരു വൈകി വന്ന വിവേകം പോലെ ആ അപകടം വരുത്തിവെച്ച ലൈൻ ഇപ്പോൾ അവിടുന്ന് KCB നീക്കം ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്.